എന്റെ അമ്മ സംഭവം ഇതിനിപ്പോ കണ്ണ് കാണാനില്ല. സത്യം പറ, മലമ്പാമ്പാണെന്ന് വിചാരിച്ചിട്ടല്ലേ അണലിയാണെന്ന് വെച്ചിട്ടില്ല. അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് പൊന്നൂക്കരയിലാണ്. പൊന്നൂക്കര എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചേട്ടനും തന്നെ ഇവരുടെ വീടിന്റെ കിണറ്റിലല്ലേ ചേട്ടൻ്റെ വീടില്ലേ, ഇവിടെ കിണറ്റിലാണ് പാമ്പ് വീണുണ്ടായിരുന്നത്. അപ്പൊ സത്യം പറ, മലമ്പാമ്പാണെന്ന് വിചാരിച്ചിട്ടല്ലേ അണലിയാണെന്ന് വെച്ചിട്ടില്ല. അപ്പൊ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ടൈറ്റസിന്റെ കൂടെ. അപ്പൊ ടൈറ്റസിന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം അത്യാവശ്യം വലിപ്പമുള്ള വലിപ്പില്ലെന്ന് തോന്നുന്നു അല്ലേ? ഒരു എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അത്ര പൊക്കുമ്പോ അധികം വെയിറ്റില്ലല്ലോ. അപ്പൊ സംഭവം അണലിയാണ്. എങ്ങനെയോ ചാക്കിലാക്കിയേ പിടിച്ചിട്ടോ? എങ്ങനെയാ എന്നിട്ട് കിണറ്റിലിറക്കി. ഓ ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടില് സ്ഥിരം കാണുന്നൊരു പരിപാടിയാണ് ഇതുപോലെ പാമ്പുകളെ സ്വയം ഹാൻഡിൽ ചെയ്യുക, അപകടം ഉണ്ടാവുക, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. മലമ്പാമ്പാണ് തെറ്റിദ്ധരിച്ച് അണലീനെ പിടിക്കുക, അല്ലെങ്കിൽ അണലിയാണ് തെറ്റിദ്ധരിച്ച് മലമ്പാമ്പിനെ തല്ലിക്കൊല്ലുക, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സംഭവം ഇതിന്റെ വനം വകുപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, കൃത്യമായ വിദഗ്ധമായ പരിശീലനം ഇല്ലാതെ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും പാമ്പുകൾ കൈകാര്യം ചെയ്യരുത്. അതൊന്നും നിങ്ങൾക്ക് നിയമവശം അവിടെ നിൽക്കട്ടെ, നിയമവശം പറയാനല്ല ഞാൻ വന്നത്. പക്ഷേ നിങ്ങളുടെ സേഫ്റ്റി അപകടമാണ്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ ചാക്ക് എടുത്തു, ഈ പാമ്പ് ചിലപ്പോൾ മുകളിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ചാടാം. പ്രത്യേകിച്ച് അണലിയാണ്, ചിലപ്പോൾ കടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അപകടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് വേറെ ചാക്കിലിറക്കി, മോൻ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ആ ചാക്കിലേക്ക് അങ്ങനെ തന്നെ ഇറക്കി, അങ്ങനെ അങ്ങനെ ചാക്കിറക്കി. എന്നിട്ട് ആ ചാക്കിന്റെ കയറൊക്കെ കഴിച്ച് കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ചാക്കിലാക്കി. അപ്പൊ ഇപ്പോഴത് ശരിയാവണമെന്നില്ല. അപ്പൊ അത് സംഭവം അപകടമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ സംഭവം ഇപ്പൊ 2-3 ചാക്കിലാക്കിയിട്ടുണ്ട്. 3 ചാക്കിലാക്കിയിട്ടുണ്ട്. അപ്പൊ ചാക്കിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ചാക്കിൽ നിന്ന് ചാക്കറത്തിനെ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പൈപ്പും ബാഗും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മാറ്റാനായിട്ടുള്ള ശ്രമമാണ്. അവിടെ ആയിട്ട് നമുക്ക് എടുക്കാം. അവിടെ ഒരു കട്ട വയ്ക്കണം. അല്ല അവിടെ മറിക്കുക. അതല്ല ഞാൻ ഇത് ആളെ പുറത്തൊക്കെ ഓണ നേരം കയറിട്ട് തടക്കണമെന്നുണ്ട്. എന്റെ അമ്മ സംഭവം ഇതിനിപ്പോ കണ്ണ് കാണാനില്ല. കാരണം ഇതിന്റെ കണ്ണ് മങ്ങിയിരിക്കുന്നുണ്ട്. ഇതെന്താന്നറിയോ? അതിന്റെ സ്കിന്നിന് ചട്ട പടം പൊഴിക്കാറുണ്ട്. കറക്റ്റ് കയറി. അപ്പോൾ സംഭവം പാമ്പ് അധികം ആക്റ്റീവ് അല്ലാത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല, അതിന്റെ ചട്ട പടം പൊഴിക്കാറുണ്ട്. അപ്പൊ അതിന്റെ കണ്ണൊക്കെ മൂടിക്കെടുക്കുക. അത് കാരണം കൊണ്ടാണ് വലിയ പ്രശ്നമില്ലാണ്ട്. അതിന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ ചാടും. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അണലിയുടെ സ്വഭാവം. പല പേരുകളും അണലിക്ക് വിളിക്കുന്നുണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ സംഭവം സേഫായിട്ട് ബാഗിൽ ആക്കിയിട്ടുണ്ട്. അപ്പം നിർത്തി ഒരു ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പാമ്പുകളെ ഒരു കാരണവശാലും പൊതുജനങ്ങൾ ഹാൻഡിൽ ചെയ്യരുത്. അത് ഒന്ന് നിയമവിരുദ്ധമാണ്, മാത്രമല്ല അത് നിങ്ങൾക്ക് അപകടം കൂടിയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു, സൈനിങ് ഓഫ്.